എന്താണ് സെയിൽസ് എന്ന് വെച്ചാൽ, അല്ലെ ആരാണ് ഈ ഒരു സെയിൽസ് കണ്ടുപിടിച്ചത്? സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുരാതനമായിട്ട് തന്നെ ഈ ലോകത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ് സെയിൽസ്? സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സേവനമോ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പുരാതന കാലത്ത് ഈ ഒരു എക്സ്ചേഞ്ചിന് അവർ യൂസ് ചെയ്തിരുന്ന സിസ്റ്റമായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ബാർട്ടർ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പം എൻ്റെ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുകയാണ്, എൻ്റെ പ്രോഡക്റ്റുമായിട്ട് ചെന്നിട്ട് അത് കൊടുത്തിട്ട് അവിടുന്ന് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു സേവനം ഞാൻ വാങ്ങുന്നു. ഇതായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു മോഡേൺ സെയിൽസ്, ഈ ഒരു മോഡേൺ വിൽപ്പന രീതിയിലേക്ക് കടന്നു വന്നത് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആരാണ് ഈ ഒരു മോഡേൺ സെയിൽസിന്റെ പിതാവ് എന്ന് പറയുന്നത്? മോഡേൺ സെയിൽസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജോൺ എച്ച് പാറ്റേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1800-കളിലാണ് ഇദ്ദേഹം സെയിൽസിന് ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സെയിൽസ്, കസ്റ്റമർ ഫോക്കസ് ആയിട്ടുള്ള സെയിൽസും അതുപോലെ തന്നെ സെയിൽസ് ടീമിന്റെ മാനേജ്മെന്റ്, സെയിൽസ് ടീമിന്റെ ട്രെയിനിങ്, ഇതൊക്കെ കൊണ്ടുവന്നത് ജോൺ എച്ച് പാറ്റേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ്. അപ്പം ഇന്ന് കാണുന്ന ഈ സെയിൽസിലേക്ക് വരുന്ന ഒരു വലിയ സ്റ്റോറിയാണ് ആ ഒരു എവല്യൂഷൻസ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഇപ്പൊ തന്നെ കാണുന്ന ഈ സെയിൽസ് തന്നെ പല പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെയിൽസ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് സെയിൽസിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ എവിടെ വിൽക്കുന്നു, എന്ത് മാധ്യമം യൂസ് ചെയ്ത് വിൽക്കുന്നു, അതുപോലെ തന്നെ എന്ത് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് വിൽക്കുന്നു, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്പ് ഓഫ് സെയിൽസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സെയിൽസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു കമ്പനി ആയിക്കോട്ടെ, അതിൻ്റെ നിലനിൽപ്പിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരാണ് ആ ഒരു കമ്പനിയിലേക്ക് പണത്തിനെ എത്തിക്കുന്നത്. ഇനി പണം കൊണ്ടുവരാൻ മറ്റു പല മാർഗങ്ങളുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി പണം ആ ഒരു കമ്പനിയിലേക്ക് വരുന്നത് സെയിൽസിലൂടെയാണ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വില കുറച്ച് കാണേണ്ട അല്ലെങ്കിൽ അതൊരു സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യം അല്ല.